സംസ്ഥാനത്തെ കോളറ ബാധിച്ച ഒരാൾ മരിച്ചു. ചികിത്സയിലിരുന്ന തലവടിയിലെ PG രഘുവാണ് മരിച്ചത്. ഇയാൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സംസ്ഥാനത്തെ ഈ വർഷത്തെ രണ്ടാമത്തെ കോളറ മരണമാണ് ഇത്. മനീഷ് മഗിവാൽ ആലപ്പുഴയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യും ഈ വാർത്ത. മനീഷ്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ കോളറയൊക്കെ പൂർണ്ണമായും നമ്മൾ ഇല്ലാതാക്കിയ രോഗമെന്നാണ് പറയുക. SKN കഴിഞ്ഞ മാസമാണ് തിരുവനന്തപുരം കവടിയാറിലെ 63 വയസ്സുകാരൻ കോളറ ബാധിച്ച് മരിച്ചത്. ഇത് സംസ്ഥാനത്തെ രണ്ടാമത്തെ മരണമാണ്. PG രഘു 48 വയസ്സാണ്, ഡ്രൈവറാണ്. ഇദ്ദേഹത്തിന് വൃക്ക സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. 3 ദിവസങ്ങൾക്ക് മുൻപാണ് ഇദ്ദേഹത്തിന് കോളറ സ്ഥിരീകരിച്ചത്. കടുത്ത ഛർദിയും വയറുവേദനയും വയറിളക്കവും ഈ ഒരാഴ്ചയെ അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് വലിയ രീതിയിൽ നിർജ്ജലീകരണം ശരീരത്തുണ്ടാവുകയും ശരീരം പെട്ടെന്ന് ശോഷിച്ച് 2 ദിവസം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മെലിയുകയും ചെയ്തു. ഈ രോഗാവസ്ഥ കണ്ടുകൊണ്ടാണ് ആദ്യം താലൂക്ക് ആശുപത്രിയിൽ പിന്നീട് തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെ എത്തി ഈ കോളറ രോഗത്തിന്റെ സംശയങ്ങൾ പ്രകടിപ്പിച്ചതോടെ ഡോക്ടർമാർ മലവും ഒപ്പം തന്നെ രക്തവും പരിശോധിച്ചാണ് കോളറ സ്ഥിരീകരിച്ചത്. നിലവിൽ എവിടെ നിന്നാണ് രഘുവിന് കോളറ വന്നത് എന്ന ഉറവിടത്തെ സംബന്ധിച്ച് വ്യക്തത ഇപ്പോഴും ഡോക്ടർമാർക്ക് ലഭിച്ചിട്ടില്ല. രഘുവുമായി സമ്പർക്കത്തിൽ ഉണ്ടായിരുന്ന ബന്ധുക്കളെയും മറ്റാളുകളെയും ഒക്കെ തന്നെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. നിലവിൽ രഘുവിന്റെ വീട്ടിൽ താമസിച്ചിരുന്ന ഭാര്യയും മക്കളെയും ഒപ്പം തന്നെ മറ്റു ചില ബന്ധുക്കളെയും ഒക്കെ തന്നെ പരിശോധിച്ച് അവരുടെ സാമ്പിൾ പരിശോധനയിൽ അവർക്ക് കോളറ ഇല്ല എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പക്ഷേ കുട്ടനാട്ടിലെ ആകമാനം ഈ മലിനജലം ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുടിച്ചു വന്നതാണോ എന്ന രീതിയിലുള്ള പരിശോധനയ്ക്കായി ഈ സമീപ പ്രദേശത്തെ കിണറടക്കമുള്ള മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്നും ജലം ഈ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇദ്ദേഹം കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയ്ക്ക് മുൻപ് തൃശ്ശൂർ പൂരത്തിനടക്കം പോയിരുന്നു. എറണാകുളത്ത് മറ്റൊരു ബന്ധുവിന്റെ വീട് സന്ദർശിച്ചിരുന്നു. അങ്ങനെ സമ്പർക്കത്തിലുള്ള മുഴുവൻ ആളുകളെയും കണ്ടെത്തി എവിടെ നിന്നാണ് ഉറവിടമെന്നും മറ്റ് ഈ സമ്പർക്കത്തിലൂടെ മറ്റാർക്കെങ്കിലും ഈ രോഗം പിടിപെടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കുന്നുണ്ട്. ഈ രോഗിയുടെ മലവിസർജനത്തിൽ കൂടി അത് കലർന്ന ജലത്തിൽ കൂടിയും രോഗം വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയ രോഗപ്രതിരോധ നടപടികളാണ് ഇപ്പോൾ തലവടിയിൽ നടക്കുന്നത്. കുട്ടനാട് നിയോജക മണ്ഡലമാണ്. തലവടി ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിന് പുത്തൻ പുരയിലാണ് വീട്ടിലെ ആൾക്കാണ് എന്താണെങ്കിലും ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പ് നേരിട്ടും വലിയ പ്രതിരോധ നടപടികൾ അവിടെ ചെയ്യുന്നുണ്ട്. കുട്ടനാട്ടിൽ ഈ പ്രദേശത്താകെ ഇങ്ങനെ സംഭവിച്ച സ്ഥലത്ത് എല്ലാവരും കുടിക്കുന്ന വെള്ളവും ആഹാരവും ഒക്കെ തന്നെ ചൂടുള്ളതായിരിക്കണം. ഒപ്പം തന്നെ എപ്പോഴും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. പല്ല് തേക്കാൻ പോലും നല്ല ജലം ഉപയോഗിക്കണം. അങ്ങനെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഇപ്പോൾ തന്നെ തലവടി പഞ്ചായത്തിലും സമീപ പഞ്ചായത്തിലും ഒക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 1996 ആലപ്പുഴയിൽ ഇതിനു മുൻപ് ഏറ്റവും കൂടുതൽ കോളറ വന്ന ആളുകൾ മരിച്ച സംഭവം ഉണ്ടായത്. അന്ന് 29 പേർ മരിച്ചു. 13 വർഷങ്ങൾക്ക് മുൻപാണ് ഒടുവിലായി ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ഒരു കോളറ മരണം ഉണ്ടാകുന്നത്. അന്ന് 10 പേർക്ക് കോളറ സ്ഥിരീകരിച്ചു. പക്ഷേ അത്രയും മരണമുണ്ടായില്ല. എന്നാൽ ഇതാ നമ്മൾ ഇപ്പോൾ തുടച്ചു നീക്കി എന്ന് പറയുന്ന അസുഖം ഈ കുട്ടനാട്ടിൽ വന്നിരിക്കുന്നു. ഇവിടെ ഈ വലിയ രീതിയിലുള്ള കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നത് ഈ രീതിയിൽ കോളറ വരാനുള്ള ഒരു കാരണമാണോ എന്ന തരത്തിലുള്ള അന്വേഷണം ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. അതിനൊരു ആശങ്ക വേണ്ട എന്നാണ് ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എന്തായാലും കോളറ രണ്ടാമതും വന്നൊരാൾ മരിച്ചു എന്ന് അറിയുന്നത് നമുക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്.